സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യൻ. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 5 verse 18. For he wounds, but he also binds up. He injures, but his hands also heal. സ്നേഹവാനായ ദൈവമേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങളുടെ മുറിവുകളെ ഉണക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ വചനം ഹൃദയത്തോട് ഏറ്റെടുത്ത് അവിടുത്തെ ഹിതപ്രകാരം മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യൻ. ജീവിതത്തിൽ മുറിവുകളും പീഡകളും വേദനകളും ഉണ്ടോ? ഉണ്ടെങ്കിൽ യേശുവിന്റെ സ്നേഹം നമ്മിൽ കൂടി പകരപ്പെടുകയാണ്. പിതാവായ ദൈവം താൻ സ്നേഹിച്ചവരിൽ നിന്ന് അനുഭവിച്ചത് മുറിവുകളാണ്. നമ്മുടെ ഹൃദയം മറ്റുള്ളവരാൽ മുറിവേൽപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ദൈവമക്കളായി നാം മാറുകയാണ്. യേശുവിന് ലോകം അവകാശമായി നൽകിയത് മുറിവുകളാണ്. മറ്റുള്ളവർ നമ്മെ വേദനപ്പെടുത്തുമ്പോൾ, മുറിവുകൾ സൃഷ്ടിക്കുമ്പോൾ യേശുവിൻ്റെ മക്കളായ നാം കർത്താവിൻ്റെ അവകാശികളായി മാറുകയാണ്. ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന മുറിവുകളെ കെട്ടി ദൈവം നമുക്ക് സൗഖ്യം നൽകുന്നു. യോബിന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചത് അപ്രകാരമാണ്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. യോ അപ്പച്ചൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. യോ അപ്പച്ചൻ പറഞ്ഞത്, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു. എപ്പോഴാ? സഹനത്തിന്റെ നടുവിൽ. യോ അപ്പച്ചൻ്റെ പ്രത്യേകത നിഷ്കളങ്കനും നീതിമാനും നിരുപദ്രവകാരിയുമായിരുന്നു. എന്നിട്ടും ആ അപ്പനുണ്ടായ അവസ്ഥ, ആ വേദനയുടെ നടുവിൽ ദൈവത്തെ ശപിച്ചില്ല. സ്തോത്രം. യോ അപ്പച്ചൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഓശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വചനം പറയുന്നു, വരുവിൻ, നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. യെസ്, മുറിപ്പെടുത്തിക്കൊണ്ട് ആ മുറിവോടുകൂടി വിടുന്നവനല്ല കർത്താവ്. Hosea chapter 6 verse 1. Come, let's return to the Lord. He has torn us to pieces, but he will heal us. He has injured us, but he will bind us our wounds. Hallelujah. കൂടെ നിൽക്കുന്നവർ മുറിവേറ്റുകൊണ്ട് കാണാത്ത രീതിയിൽ പോയേക്കാം. എന്നാൽ എൻ്റെ കർത്താവിന് സ്തോത്രം. സഹനത്തിന്റെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. അത് എനിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ. ഒരു പടി കൂടി ശക്തിയോടെ ദൈവത്തിന്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കുവാനാണ് ആ ഒരു പാതയിലൂടെ നാം കടന്നു പോകുന്നത്. കാരണം സങ്കീർത്തനങ്ങൾ 34-ന്റെ 18-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകര് ഇപ്പോഴെന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷത്തിൽ മനസ്സ് തകർന്നവര്, ഹൃദയം നുറുങ്ങിയവര് ഒക്കെ കർത്താവിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഇന്ന് നീ സഹോദര സഹോദരി, നീ ഈ ശബ്ദം കേട്ടെങ്കിൽ, ഈ വചനം കേട്ടെങ്കിൽ, ദൈവത്തിന്റെ കരം നിന്റെ മേൽ വച്ചിരിക്കുകയാണ്. സ്തോത്രം. മറ്റാരെക്കാളും ദൈവം സമീപസ്ഥമായിരിക്കുന്നത് ഈ അനുഭവത്തിന്റെ നടുവിലാണ്. മറ്റാർക്കും അവിടെ കടന്നു വരാൻ പറ്റില്ല. അതൊരു പക്ഷെ നിന്റെ ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം, അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ
നമ്മുടെ വീണ്ടെടുപ്പുകാരന കർത്താവിന് എവിടെയും കയറി വരാം, ഏത് സമയത്തും കയറി വരാം. അവൻ സമീപസ്ഥനാണ്. തളരില്ലേ, നുറുകിപ്പോകല്ലേ. The Lord is close to the broken hearted and saves those who are crushed in spirit. Hallelujah. കർത്താവിന്റെ മുമ്പിൽ ഒരു കണ്ടീഷനും വെക്കരുത്. ഏത് അനുഭവം ഉണ്ടായാലും, അത് തിക്താനുഭവമായാലും നല്ല അനുഭവം ഉണ്ടായാലും, സ്തോത്രം, കർത്താവിന്റെ അനുഗ്രഹം മാത്രമാണത്. സങ്കീർത്തനങ്ങൾ 147 അതിന്റെ 3-ാം വാക്യത്തിൽ ദൈവാത്മാവ് വീണ്ടും നമ്മളെ ഉറപ്പിക്കുന്നു. Psalm 147 verse 3, He heals the broken hearted and binds up their wounds. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ആമേൻ. The best doctor. ഹല്ലേലൂയ. ഭൂമിയിലെ മറ്റേത് ഡോക്ടറിനേക്കാളും ഹല്ലേലൂയ കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് നടത്തി ദ ബെസ്റ്റ് മെഡിസിൻ തരാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ മെഡിസിനാണ് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം. യേശുവിൻ്റെ നാമത്തിൽ ആ മുറിവുകൾ ഉണങ്ങട്ടെ, ആ വേദനകൾ മാറട്ടെ, ആ തകർച്ചകൾ മാറട്ടെ. ഹല്ലേലൂയ. ആ ഭയം വിട്ടു മാറട്ടെ. ആമേൻ. നമുക്ക് വേണ്ടി മുറിവേറ്റവന് മുറിപ്പെടുന്നവരുടെ വേദന അവന് മാത്രമേ അറിയാവുള്ളൂ. സ്നേഹിക്കുന്നവർ നൽകുന്ന വേദനയുടെ കാഠിന്യം അറിയാം. ആ വേദന നമ്മിൽ പകരപ്പെടുന്നുവെങ്കിൽ ദൈവികമായ കരുതലും സ്നേഹവും നാം കൂടുതലായി അനുഭവിക്കുകയാണ്. നമ്മുടെ വിലാപങ്ങളെ അവിടുന്ന് നൃത്തമാക്കി മാറ്റും. ആമേൻ. ഈ വചനങ്ങളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്നേഹവാനായ പിതാവേ, എന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. അവിടുന്ന് കുടുംബമായി ഹല്ലേലൂയ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ അവിടുന്ന് സൗഖ്യമാക്കി തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായ മുറിവുകൾ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും വന്നുപോയിട്ടുണ്ട്. അവ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. പരസ്പരം രമ്യതപ്പെട്ടുകൊണ്ട് പരസ്പരം ഏൽപ്പിച്ച മുറിവുകൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ആ മുറിവേറ്റ കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. അവിടുന്ന് സൗഖ്യം തന്നതിനായി സ്തോത്രപ്പ. ഞങ്ങൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. എല്ലാ സംസ്ഥാനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. വിശേഷാൽ കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. കർത്താവെ, ഒരു ക്രിസ്ത്യാനി ആണ് എന്നുള്ള പേരിൽ മറ്റുള്ളവർ ഞങ്ങളെ മുറിപ്പെടുത്തുമ്പോൾ സ്തോത്രം, അതിന് പകരം ചെയ്യണമെന്നുള്ള ചിന്ത കടന്നു വരാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഹല്ലേലൂയ വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ നിലങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ബിസിനസ്സിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ ഭയവും മാറട്ടെ, നിരാശ മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കൃതാർത്ഥരായിരിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വ്രണപ്പെടുത്തുന്നവരായി മാറാതെ അവരുടെ വാക്കുകൊണ്ടും മാതാപിതാക്കളെ മുറിപ്പെടുത്തി ഹല്ലേലൂയ ആ പ്രവണത, ആ ഭാവം കുഞ്ഞുങ്ങളുടെ മേൽ കണക്കിടാതെ മാതാപിതാക്കളോട് രമ്യതപ്പെട്ട് മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം. സഹോദരങ്ങൾ തമ്മിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മുറിവുകൾ അപ്പാ അവിടുന്ന് ഉണക്കുന്നതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പരീക്ഷകൾ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ എഴുതുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവ്, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദിയപ്പ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പോക്കുവരവുകൾ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. അവിടുത്തെ തിരുസ്ഥാനിത്യം കൂടെ വരുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
ക്ലേശം ദുരിതം പീഡനവും രോഗമനർത്ഥം ദാരിദ്ര്യം ക്ലേശം ദുരിതം പീഡനവും രോഗമനർത്ഥം ദാരിദ്ര്യം ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ ആകുലയാകരുതേ മകളെ അസ്വസ്ഥയാകരുതേ ആദിയാലായുസിനെ നീട്ടാ